നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചുകൂടി രൂപീകരിച്ച INDAA എന്ന മുന്നണി രൂപീകരിക്കുന്ന സമയത്ത് 28ഓളം പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ മുന്നേ നടക്കാൻ കോൺഗ്രസും ഉണ്ടായിരുന്നു. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയായിരുന്നു, വലിയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്. അതിന് മുന്നേ നടന്നതാവട്ടെ, അല്ലെങ്കിൽ നെടുന്തൂണായി നിന്നത് നിതീഷ് കുമാർ ആയിരുന്നു. എന്നാലും നിതീഷ് കുമാർ ബീഹാറിൽ എന്താണ് ചെയ്തത്, എങ്ങോട്ടാണ് ചാടിയത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പല സംസ്ഥാനങ്ങളിലും ഈ INDA എന്ന മുന്നണി പൊളിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിലും പഞ്ചാബിലും ദില്ലിയിലും ബീഹാറിലും ഉൾപ്പെടെ അത് ഇല്ലാതായി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ കശ്മീരിലും INDAA എന്ന മുന്നണി പൊളിഞ്ഞിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് നാഷണൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായ ഫാറൂഖ് അബ്ദുള്ള. 2 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഫാറൂഖ് അബ്ദുള്ള പറയുന്നുണ്ട്. എന്തായാലും സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്താണ് അദ്ദേഹം പറഞ്ഞത് തന്റെ പാർട്ടി ഒറ്റയ്ക്കാണ് മത്സരിക്കാൻ പോകുന്നത് എന്ന്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം BJPയുടെ ലക്ഷ്യം 400 എന്നുള്ള ഒരു മോഹ സംഖ്യ കടക്കുക എന്നതാണ്. 400 സീറ്റുകളിലധികം നേടുക എന്ന് തന്നെയാണ് NDA ലക്ഷ്യം വെക്കുന്നത്. ഈ 400 എന്ന ലക്ഷ്യം BJPയിലേക്ക് എത്തുകയാണെങ്കിൽ ഈ പരാജയത്തിന്റെ കാരണം പ്രതിപക്ഷ ബ്ലോക്കിലെ ഏറ്റവും വലിയ പാർട്ടി അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന പാർട്ടി ഏറ്റെടുക്കേണ്ടി വരും എന്നുകൂടി ഫാറൂഖ് അബ്ദുള്ള പറയുന്നുണ്ട്. ആ വലിയ പാർട്ടി അല്ലെങ്കിൽ നയിക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടി ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. BJP ജയിച്ചാൽ കോൺഗ്രസിന് പഴിയുണ്ടാവും. ആ പഴി നിങ്ങൾ സ്വയം ഏറ്റെടുത്തു കൊള്ളുക എന്ന് തന്നെയാണ് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു വെക്കുന്നത്. അതിനർത്ഥം അവർക്ക് പോലും അറിയാം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന്. നിലവിൽ എന്തായാലും കശ്മീരിൽ നടന്നിരിക്കുന്ന ഈ വലിയ നീക്കത്തിൽ അല്ലെങ്കിൽ ഈ വലിയ പ്രഖ്യാപനത്തിൽ നടുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. BJPക്ക് ലോട്ടറി അടിച്ചതിന് സമാനമാണ്. ഓരോ സംസ്ഥാനങ്ങളിലും INDA എന്ന മുന്നണി പിളർന്നു പോകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുള്ള വിജയ സാധ്യതകളാണ് അധികരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.